നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിൽ പ്രളയം എന്ന വ്യാജ പ്രചാരണവുമായി ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ സമൂഹമാധ്യമങ്ങളിലൂടെയാണ് തെറ്റായ പ്രചാരണം നടത്തുന്നത്. കേരളത്തിൽ പ്രളയമാണെന്നും നിരവധി പേർക്ക് അതിലൂടെ ജീവൻ നഷ്ടപ്പെട്ടുവെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സിലും ഫേസ്ബുക്കിലും അടക്കം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ന്യൂനമർദ്ദത്തെ തുടർന്ന് 2 ജില്ലകളിൽ റെഡ് അലേർട്ടും 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒരിടത്തും പ്രളയം മൂലമുള്ള മരണമോ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണവുമായി ബി.ജെ.പി. നേതാവ് ഇറങ്ങിയിരിക്കുന്നത്. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം യാതൊരു അടിസ്ഥാനവുമില്ലാതെ എഴുതി പ്രചരിപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഭാരതീയർ സർവകലാശാലയുടെ കോയമ്പത്തൂർ ക്യാമ്പസിൽ കാട്ടാന സുരക്ഷാ ജീവനക്കാരനെ ചവിട്ടിക്കൊന്നു. കോയമ്പത്തൂർ സ്വദേശി ഷൺമുഖമാണ് മരിച്ചത്. ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആക്രമണം. റിട്ടയേർഡ് പ്രൊഫസർ ഉൾപ്പെടെ മറ്റ് 2 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ 11:30 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസിന് സമീപം ആയിരുന്നു ആക്രമണം. മുംബൈ താനെയിലെ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ 4 പേർ മരണപ്പെട്ടു, 60 പേർക്ക് പരിക്കേറ്റു. ജോലിക്ക് കയറിയ നിരവധി പേർ അകത്ത് കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു. മുംബൈക്കടുത്ത് താനെയിലെ ഡോംബിവാലിയിലാണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത്. കെമിക്കൽ ഫാക്ടറിയിലെ ബോയിലറിൽ തീ പടരുകയായിരുന്നു. MIDC ഫേസ് 2 വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ബോയിലർ ഉടൻ പൊട്ടിത്തെറിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് അത്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. നിയമമന്ത്രി പി. രാജീവ് രചിച്ച പുസ്തകം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുന്നതിലേക്ക് നയിച്ച ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പുസ്തകം. അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. നിയമപരമായ നടപടികൾ സ്വീകരിച്ച് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ പ്രവർത്തകർ ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. എന്നാൽ ചില ജീവനക്കാർ അനധികൃതമായി അവധിയിൽ ആണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. യുവാക്കൾ ജോലി ചോദിക്കുമ്പോൾ ഗ്യാസ് എടുത്ത് പക്കാവട ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ബി.ജെ.പിക്കെതിരെ രാഹുലിൻ്റെ വിമർശനം. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സംവരണ വിഷയങ്ങളിൽ രാജ്യത്തെ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം നൽകാനാണ് മോദി ശ്രമിക്കുന്നതെന്നും ബി.ജെ.പി. ഇന്ത്യൻ ഭരണഘടനയെയോ ദേശീയ പതാകയെയോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ലൈംഗികാതിക്രമ കേസിലെ പ്രതിയായ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പ്രജ്വലിനെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ലുക്കൌട്ട് നോട്ടീസും
ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിട്ടും രേവണ്ണയെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാൻ സാധിക്കാത്തത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രജ്വൽ ഇനിയും വിദേശത്ത് തുടരുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കൽ ആണെന്നും പ്രതിയുടെ മടങ്ങിവരവിന് വിദേശ മന്ത്രാലയം നടപടി സ്വീകരിക്കണമെന്നും സിദ്ധരാമയ്യ കത്തിൽ ആവശ്യപ്പെട്ടു. ബംഗളൂരുവിലെ 3 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ബോംബ് ഭീഷണി. നഗരപരിധിയിലുള്ള 3 ഹോട്ടലുകൾക്കാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ലെന്നും വ്യാജ ഭീഷണിയാണെന്ന് സംശയിക്കുന്നതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മെയ് 14-ന് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ സ്കൂളിനും ഇതേ രീതിയിൽ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. നെന്മേനി വാഴപ്പുഴയിലെ മാവിൻതോപ്പിലെ കമ്പിവേലിയിൽ ഒരുക്കിയ കെണിയിൽ കുരുങ്ങി പുലി ചത്തത് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതവും രക്തസ്രാവവും ഹൃദയാഘാതവും മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുലിയുടെ ജഡം വ്യാഴാഴ്ച മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മെക്സിക്കോയിലെ വടക്കുകിഴക്കൻ നഗരമായ സാൻ പെട്രോയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സ്റ്റേജ് തകർന്നു വീണ് 9 പേർ മരിച്ചു. 54 പേർക്ക് പരിക്കേറ്റു. സ്റ്റേജിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോർജ് അൽവാരസ് മെയ്നസിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് അപകടം. ശക്തമായ കാറ്റ് വീശിയതാണ് സ്റ്റേജ് തകർന്നു വീഴാൻ കാരണം. ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രയേലിന് നയതന്ത്ര തലത്തിൽ കനത്ത തിരിച്ചടി. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ. 28-ന് പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു. മധ്യപൗരസ്ത്യ ദേശത്തെ സമാധാനത്തിനു വേണ്ടിയാണ് തീരുമാനമെന്ന് 3 രാജ്യങ്ങളും അറിയിച്ചു. ദ്വിരാഷ്ട്ര പരിഹാരമാണ് ആവശ്യമെന്നും പലസ്തീന് അംഗീകാരം ഇല്ലെങ്കിൽ മധ്യപൗരസ്ത്യ ദേശത്തെ സമാധാനം ഉണ്ടാകില്ലെന്നും നാറ്റോ അംഗമായ നോർവേയുടെ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോർ പറഞ്ഞു. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് മാൾട്ടയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ വാസ്തവങ്ങൾ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു.